ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവികസേനാ കമാൻഡറായ അലിരേസ തങ്സിരി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാന്റെ തീരദേശ നഗരമായ ബന്ദർ അബ്ബാസിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടയുന്നതിനും ഉപരോധം ഏർപ്പെടുത്തുന്നതിനും നേതൃത്വം നൽകിയിരുന്നത് അലിരേസയായിരുന്നു. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ തടയുവാൻ തങ്സിരിയുടെ നേതൃത്വത്തിൽ ഇറാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. 2018 മുതൽ നാവികസേനാ കമാൻഡറായി പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹം ഇതിനു മുമ്പ് പലതവണ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇറാനിലെ മുതിർന്ന നേതാക്കളും സൈനിക ഉദ്യോഗസ്ഥരും അടുത്ത കാലത്തായി നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും തങ്സിരിയുടെ മരണം സംബന്ധിച്ച് ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം 95% കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് UAEയുടെ തലസ്ഥാനമായ അബുദാബിയിൽ 2 പേർ കൊല്ലപ്പെട്ടു. തകർക്കപ്പെട്ട മിസൈലിന്റെ അവശിഷ്ടങ്ങൾ റോഡിൽ പതിച്ചാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും നിരവധി വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച പുലർച്ചെ കുവൈറ്റിന് നേരെയും ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ നീക്കങ്ങളെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. കഴിഞ്ഞ രാത്രി സൗദി അറേബ്യയ്ക്ക് നേരെ 8ഓളം ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇവയെല്ലാം പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ കടന്നുകയറ്റത്തെ UN മനുഷ്യാവകാശ കൗൺസിൽ വിമർശിച്ചു. ഇറാൻ ആഗോള ഭീഷണിയാണെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സർ പറഞ്ഞു. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുവാൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രത്യാക്രമണങ്ങൾ നടക്കുന്നത്.